ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. ഒരു ഫെസ്റ്റിവൽ ഐറ്റവുമായി മമ്മൂട്ടി വരുമ്പോൾ ഇവിടെ തിയേറ്ററിൽ ആർമാദം തന്നെയായിരിക്കും എന്നുള്ളതാണ്. പക്ഷേ പുതിയ വാർത്തകൾ വരുന്ന വേറൊരു കാര്യമാണ് OTT റൈറ്റ്സ് വിറ്റുപോയ കാര്യങ്ങളെക്കുറിച്ചാണ്. OTT റൈറ്റ്സ് വിറ്റുപോയിരിക്കുന്നത് റെക്കോർഡ് തുകയ്ക്കെന്നാണ്, അതായത് കണ്ണ് തള്ളിക്കുന്ന തുകയ്ക്ക് എന്നാണ് ഇന്ന് വന്നിരിക്കുന്ന അപ്ഡേറ്റ്. കൂടുതൽ അപ്ഡേറ്റുകൾ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ആർക്കാണ് വിറ്റുപോയതെന്നോ എത്രയാണ് എമൗണ്ട് എന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു കാര്യം പറയുന്നുണ്ട്, ഇതിൻ്റെ മുടക്ക് മുതലിൻ്റെ പകുതി കൂടുതൽ വരുമെന്നുള്ള ലെവലിലാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഡീറ്റെയിൽസ്. എന്താണേലും സിനിമ ഒരു ബിഗ് ബജറ്റ് സിനിമയാണ്. ആ ഒരു ബിഗ് ബജറ്റ് സിനിമയുടെ പകുതി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഗംഭീര സംഭവം തന്നെയാണ്. കാരണം കഴുകൻ കണ്ണുകളോട് തന്നെയാണ് OTT റൈറ്റ്സിന് വേണ്ടി ഈ സിനിമ നോക്കി വെൽക്കുന്നത്. അമ്മാതിരി ഒരു ടമാർ പടാർ പടം എന്ന് തന്നെ പറയാം. സമീപകാലത്തൊന്നും മലയാളത്തിൽ ഇങ്ങനെ ഒരു പടം വന്നിട്ടില്ല, ഇത്ര ഗംഭീരമായിട്ടുള്ള പടം വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. പണ്ട് കാലങ്ങളിൽ ഇതേപോലെയുള്ള പടങ്ങൾ വന്നിട്ടുണ്ട്. ആ സിനിമകളൊക്കെ ഇന്ന് ഇറങ്ങുന്നതെങ്കിൽ ഈ പറഞ്ഞ പോലെ 100-200 കോടിയൊന്നുമല്ല, 500-600 കോടി കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്യണം. കാരണം ഇന്നത്തെ കേരളം കാണിക്കുന്നത് അങ്ങനെ തന്നെയാണ്. എല്ലാ സിനിമകളും ഒരു ആവറേജ് ലെവലിൽ നമ്മൾ അടിപൊളി എന്ന് പറയുമ്പോൾ 90കളിലെയൊക്കെ സിനിമ കാണുമ്പോൾ ഒരു കാര്യം പറയാം, ഇന്നത്തെ സിനിമകളെല്ലാം തന്നെ വെറും ആവറേജ് സിനിമകൾ മാത്രമാണ്. അപ്പോൾ അന്നത്തെ ഇതേപോലെയുള്ള ടമാർ പടാർ പടങ്ങൾ വന്നിരുന്നെങ്കിൽ തിയേറ്ററുകൾ പ്രകമ്പനമാക്കുമെന്ന് നമുക്കറിയാം. ടർബോയുടെ റിലീസ് 400-450ഓളം തിയേറ്ററുകളിൽ ഉണ്ടാകുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാകുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ 230 മുകളിലുള്ള തിയേറ്ററുകളിൽ ഹോൾഡ് ചെയ്യും എന്നുള്ളതും ഉറപ്പിക്കുന്നു എന്നുള്ളത് തന്നെ പറയാം. എന്താണേലും വേൾഡ് വൈഡ് ആയിട്ട് 500 മുകളിൽ ഉള്ള ലൊക്കേഷൻസിൽ സിനിമ ഉറപ്പിച്ചിരിക്കുന്നു. അത് മറ്റൊരു വാർത്തയാണ്. എന്താണേലും OTT റൈറ്റ്സ് വിറ്റുപോയിരിക്കുന്നത് ഭീകര തുകയ്ക്കാണ്, കണ്ണ് തള്ളുന്ന തുകയ്ക്കാണ് എന്നുള്ളതാണ്. കാരണം ഈ സിനിമ OTT റൈറ്റ്സ് വിറ്റുപോകുന്നതിന് മുമ്പ് ഒരുപാട് പേർ, അതായത് OTT റൈറ്റ്സിന് വേണ്ടി ബാഗ് ചെയ്യുന്ന ആളുകൾ കാണുകയും അവരിൽ തൃപ്തി വരികയും ചെയ്തത് കൊണ്ട് തന്നെയാണ്, അതായത് പാർഷ്യലി ഡബ്ഡ് ആയിട്ടുള്ള ഈ ഒരു സിനിമ അവരെ അത്രത്തോളം ഇഷ്ടപ്പെടുത്തി എന്നുള്ളത് തന്നെയാണ് ഇൻസൈഡ് റിപ്പോർട്ടുകൾ വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ കാത്തിരിക്കാം. ടർബോ ഇറങ്ങും മുമ്പ് തന്നെ വിജയം ഉറപ്പിക്കുകയാണ്. അതേപോലെ 42 രാജ്യങ്ങളിൽ വിറ്റുപോയിരിക്കുന്നു. അതിലൂടെ തന്നെ സിനിമ ഇതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് മീറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു വാർത്ത കൂടി വരുന്നു. അതിനെക്കുറിച്ചുള്ള നിജസ്ഥിതി കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരാം. എന്താണെങ്കിലും ഇറങ്ങും മുമ്പ് സിനിമ വമ്പൻ സക്സസ്സിലേക്ക് പോകുന്നു ബിസിനസ് വൈസ്. ഇനി തിയേറ്ററിൽ കാണാം. തിയേറ്ററിലെ പ്രകടനമാണ് കാത്തിരിക്കാനുള്ളത്. പോസിറ്റീവ് അടിച്ചാൽ ഒന്നും നോക്കണ്ട, അതിഭീകരമായിരിക്കും കളക്ഷൻ എന്നുള്ളതാണ്. ഇവിടെ ബുദ്ധിയും കഥയും ഒക്കെ നോക്കി വരുന്നവരോട് ഒന്ന് മാറി നിന്നേക്ക്. അതിനുവേണ്ടി വേറെ പടം വരുന്നുണ്ട്. മമ്മൂട്ടിയുടെ തന്നെ പടം വേറെ വരുന്നുണ്ട്. അഭിനയ പ്രാധാന്യം മാത്രമുള്ള പടങ്ങൾ ഇനിയും വരുന്നുണ്ട്. അതിലേക്ക് നിങ്ങൾക്കാണ് ടിക്കറ്റ് എടുക്കുക. ഇതൊരു അഡാർ മാസ് എലിമെൻറ്റോട് കൂടിയ അടിപിടി പടമാണ് എന്നുള്ളത് ഉറപ്പിച്ചു. ഇവിടെ ലോജിക്കും പറഞ്ഞ് കഥയും പറഞ്ഞൊന്നും വരാൻ ഒരുത്തനും നിൽക്കേണ്ട. അമ്മാതിരി ഫെസ്റ്റീവ് മൂഡ് സിനിമ തന്നെയാണ്. നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. ഗ്രേറ്റ് മീഡിയാസ്.